ഫിറോസ്, താങ്കൾ കേട്ടു എന്നറിയില്ല. ജലീൽ വളരെ വ്യക്തമായി പറയുകയാണ്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളക്കടത്ത് കേസുകളിലൊക്കെ തന്നെ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഈ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ മതാഹ്വാനം നൽകണം. പണ്ഡിത സമുദായം അല്ലെങ്കിൽ പണ്ഡിത ശ്രേഷ്ഠരൊക്കെ ഇതിലൊരു ഇടപെടൽ ഉത്തരവാദിത്തോടെ നടപ്പിലാക്കണമെന്നാണ് ജലീൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ സമുദായ നേതൃത്വവും ഒക്കെ പറഞ്ഞാൽ, മുസ്ലിം സമുദായ നേതൃത്വവും ഒക്കെ പറഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കുമെന്നാണല്ലോ കെ ടി ജലീൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജലീലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് ആരോപണം നേരിട്ട, ഡിപ്ലോമാറ്റിക് ബാഗ് വഴി സ്വർണം കടത്തി എന്ന് ആരോപിക്കപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ, സമുദായ നേതൃത്വം പറഞ്ഞാൽ കേൾക്കുമോ? ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ദിവസങ്ങളോളം, മാസങ്ങളോളം ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ, അദ്ദേഹം മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണോ? ഈ കെ ടി ജലീലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ട സ്വപ്ന സുരേഷ്, അവരാണല്ലോ ഈ സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രധാരയായി വിവിധ ഏജൻസികൾ കണ്ടെത്തുകയും അവരെ ജയിലടക്കുകയും ഒക്കെ ചെയ്തത്. അവര് മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ കേൾക്കുന്നവരാണോ? അപ്പൊ എന്തിനാണ് കെ ടി ജലീൽ ഇത്ര വില കുറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിൽ വന്ന അഭിമുഖവുമായി ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിന്റെ എല്ലാം പിറകിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഈ രാഷ്ട്രീയ അജണ്ട രൂപപ്പെടുത്തി ഒരു PR ഏജൻസി വഴി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേസൻ എന്ന് പറയുന്ന ഒരു ഏജൻസി മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു അഭിമുഖം ഹിന്ദുവിൽ തയ്യാറാക്കുന്നു. അതിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച്, അവരുടെ രാജ്യദ്രോഹത്തെക്കുറിച്ച്, ഹവാല സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് അവിടെ ഒരു പ്രസ്താവന.